ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 2 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 3-ാമത്തെ ശ്ലോകം നോക്കാം. ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മ പ്രാഹുർമനീഷിണഃ യജ്ഞദാനതപഃകർമ്മ ന ത്യാജ്യം യിതി ചാപരേ. ഏകേ മനീഷിണ, ചില മനീഷികൾ, ചില പണ്ഡിതന്മാർ, വിദ്വാൻമാർ, കർമ്മ, എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും, ദോഷവത് ഇതി, ദോഷയുക്തമാണ് എന്നുള്ളതുകൊണ്ട്, ത്യാജ്യം, അവ ഉപേക്ഷിക്കേണ്ടതാണ് എന്ന്, ത്യജിക്കേണ്ടതാണ് എന്ന് പ്രാഹുർ പറയുന്നു. അവരെ മറ്റു ചില വിദ്വാൻമാരാകട്ടെ യജ്ഞദാന തപ കർമ്മ, യജ്ഞം, ദാനം, തപസ് ഇത്യാദി കർമ്മങ്ങൾ ന ത്യാജ്യം, ഉപേക്ഷിക്കേണ്ടവയല്ല, ഇതീച്ച എന്നും പറയുന്നു. ചില പണ്ഡിതന്മാർ എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും ദോഷയുക്തമാണ്, അഥവാ ദോഷമുളവാക്കുന്നതാണ്, കർമ്മബന്ധങ്ങൾ ഉണ്ടാക്കുന്നവയാണ് എന്നുള്ളതുകൊണ്ട് അവ എല്ലാം ഉപേക്ഷിക്കേണ്ടതാണ്, എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു. മറ്റു ചില വിദ്വാൻമാരാകട്ടെ യജ്ഞം, ദാനം, തപസ് ഇത്യാദി കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല എന്നും പറയുന്നു. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ചില ജ്ഞാനികൾ പറയുന്നു എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും ഉപേക്ഷിക്കേണ്ടവയാണ്. കാരണം ഏത് തരത്തിലുള്ള കർമ്മങ്ങളായാലും അവ ബന്ധഹേതുകമാണ്. അതുകൊണ്ട് തന്നെ അത് സാക്ഷാത്കാരത്തിന് ഉതകുന്നതല്ല, തടസ്സം നിൽക്കുന്നതാണ്. അതുകൊണ്ട് ആത്മാന്വേഷികൾ എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും ഉപേക്ഷിക്കണം, സകല കർമ്മങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ മറ്റു ചില വിദ്വാൻമാർ പറയുന്നത് യജ്ഞദാന തപസ്സുകളാകുന്ന കർമ്മങ്ങൾ അവ കാമ്യകർമ്മങ്ങളല്ല, അവ ലോകനന്മയ്ക്ക് വേണ്ടിയുള്ളതാകുകയാണ്. സ്വാർത്ഥലാഭത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളല്ല അവ ലോകനന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അത്തരം കർമ്മങ്ങളെ ആരും ഉപേക്ഷിച്ചുകൂടാ എന്നാണ്. ഇത്തരം 2 തരത്തിലുള്ള വാദങ്ങളുണ്ട് എന്നാണ്. കർമ്മങ്ങൾ ഗുണസംബന്ധിയായ വാസനകളെ സൃഷ്ടിക്കും. ഏതു തരം കർമ്മങ്ങളാണെങ്കിലും അതിന് ത്രിഗുണസംബന്ധിയായ സത്വരജസ്തമോ ഗുണസംബന്ധിയായ വാസനകളെ ഒരു ജീവാത്മാവിൽ സൃഷ്ടിക്കും, ഏതു തരം കർമ്മമാണെങ്കിലും. അപ്പോൾ ഈ വാസനാസംബന്ധി, ഗുണസംബന്ധിയായ വാസനകൾ സൃഷ്ടിക്കുന്നത് മുക്തിക്ക് തടസ്സമാകും. ഏത് തരത്തിലുള്ള വാസനകളായാലും അത് മുക്തിക്ക് തടസ്സമാകും. മുക്തി ലഭിക്കണമെങ്കിൽ എല്ലാ ഗുണങ്ങളിൽ നിന്നും, എല്ലാ വാസനകളിൽ നിന്നും ജീവാത്മാവ് മുക്തനാകണം. എങ്കിലേ സാക്ഷാത്കാരത്തിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ കർമ്മങ്ങൾ, ഏതു തരം കർമ്മങ്ങളായാലും അവ ഈ ത്രിഗുണസംബന്ധിയായ വാസനകളെ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായ സാക്ഷാത്കാരത്തിന് തടസ്സമാകും. അതുകൊണ്ട് സകല കർമ്മങ്ങളെയും ത്യജിക്കണം. ഇതാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം. അതാണല്ലോ ചില ഋഷിവര്യന്മാർ സകലതും ഉപേക്ഷിച്ച്, ഭക്ഷണം പോലും ഉപേക്ഷിച്ച് ദീർഘകാലം തപസ്സിൽ ഇരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്. സകല കർമ്മങ്ങളും ഉപേക്ഷിക്കുക, എല്ലാ കർമ്മബന്ധങ്ങളും ഉപേക്ഷിക്കുക, അങ്ങനെ സാക്ഷാത്കാരം നേടുക. അതെല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ല.
സകല കർമ്മങ്ങളും ത്യജിക്കുക പ്രായോഗികമല്ല. അപ്പോൾ ചെയ്യാവുന്നത് കാമ്യകർമ്മങ്ങളെ ത്യജിക്കുക എന്നതാണ്. അതായത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, ഏതെങ്കിലും ആഗ്രഹ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെ ത്യജിക്കുക. അതാണ് പ്രായോഗികം. സ്വാർത്ഥമായ ഫലചിന്തയോടെയുള്ള കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. എന്നാൽ ആത്മീയ ഉത്കർഷത്തിനും ലോകനന്മയ്ക്കും ഉതകുന്ന കർമ്മങ്ങൾ ഉപേക്ഷിക്കുവാൻ പാടില്ല. കാമ്യകർമ്മങ്ങളെ ത്യജിക്കുന്നതാണ് സന്യാസം എന്ന് പറയുന്നത്. ഏതുതരം കർമ്മമായാലും അതിൽ നിന്നുള്ള ഫലത്തെ ത്യജിക്കലാണ് ത്യാഗം എന്ന് പറയുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം സന്യാസത്തിൻ്റെ ഭാവത്തിലേക്ക് പോവുക എന്നുള്ളത് പ്രായോഗികമല്ല. സകല കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്ന് പ്രായോഗികമല്ല. പിന്നെയോ കാമ്യകർമ്മങ്ങൾ കഴിവതും ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ വിട്ടുനിൽക്കുക. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ അതിൽ നിന്ന് കഴിയുന്നതും ഒഴിഞ്ഞു നിൽക്കുക. അതേസമയം ലോകനന്മയ്ക്കുള്ള കർമ്മങ്ങൾ, ലോകനന്മയ്ക്ക് കാരണമാകുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. ഇനി ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കർമ്മങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. ഇപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് അവനെ ബന്ധപ്പെട്ട പല കർമ്മങ്ങളും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചെയ്യാവുന്നത് ആ കർമ്മ ഫലത്തെ ഉപേക്ഷിക്കുക. അതായത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അതിൽ നിന്നും ഫലപ്രതീക്ഷ ഉണ്ടാവാതെ ഇരിക്കുക. സ്വാർത്ഥ ഫലചിന്തയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുക. അതാണ് പ്രായോഗികമായിട്ടുള്ളത്. അല്ലാതെ കർമ്മങ്ങൾ മുഴുവനും ഉപേക്ഷിക്കുന്നത് ഒരു ഋഷിയുടെ മാർഗമാണ്. കർമ്മങ്ങളെ തന്നെ ഉപേക്ഷിക്കുന്നത്. ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് മുക്തിമാർഗത്തിലേക്കുള്ള പാത തെളിയുവാൻ എളുപ്പമുള്ളത് കാമ്യകർമ്മങ്ങളെ, അതായത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുക. അത് മാത്രമാണ് പ്രായോഗികമായിട്ടുള്ളത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.